സ്ത്രീ ദേവിയാണ്, നിലവിളക്കാണ് എന്നൊക്കെ പറയുന്നതും എഴുതുന്നതുമല്ലാതെ സ്ത്രീക്ക് എവിടെയാണ് തുല്യതയും നീതിയും കിട്ടുന്നത്? വിവാഹ കമ്പോളത്തിൽ പണത്തിന്റെയും സ്വർണത്തിന്റെയും തൂക്കം നോക്കി പെണ്ണിനെ കൈപിടിക്കുന്ന അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നവൻ എത്ര കാലം പെൺമക്കളെ കരുതലോടെ നോക്കും എന്നതുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എത്രയെത്ര മനോഹരമായ വാഴ്ത്തുപാട്ടുകളാണ് സ്ത്രീക്കും അമ്മയ്ക്കും സമൂഹം പറഞ്ഞും കൽപ്പിച്ചും തരുന്നത്. എന്നിട്ട് സംഭവിക്കുന്നതോ ഗ്യാസ് പൊട്ടിത്തെറിച്ചും കഴുത്തു ഞെരിച്ചും വെട്ടിയും കുത്തിയും ആസിഡ് ഒഴിച്ചും അവളെ കൊന്നൊടുക്കും. ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവായി 4 വയസ്സുകാരിയായ മകൾ വരച്ച ചിത്രമെത്തിയത്. പഞ്ചവടി ശിവപരിവാർ കോളനിയിലെ സൊണാലിയ പൂതോലിയ എന്ന 27കാരി ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ മകൾ വരച്ച ചിത്രം യുവതി കൊല്ലപ്പെട്ടതാണെന്ന സംശയം ഉയർത്തിയിരിക്കുകയാണ്. യുവതിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. മകൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഭർത്താവിന്റെ വീട്ടുകാർ ഫോൺ ചെയ്തത്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സൊണാലി മരിച്ച വിവരം വീട്ടുകാർ അറിയുന്നത്. അവരുടെ ഇരുവരുടെയും കുട്ടി പിന്നീട് സൊണാലിയുടെ വീട്ടുകാർക്ക് ഒപ്പമായിരുന്നു. അതിനിടയിലാണ് കുഞ്ഞ് വരച്ച ചിത്രം വീട്ടുകാർ ശ്രദ്ധിച്ചത്. കഴുത്തിൽ കയറിട്ട നിലയിലുള്ള രൂപമാണ് കുട്ടി വരച്ചത്. ഈ ചിത്രം കണ്ട് ചോദിച്ചപ്പോഴാണ് പപ്പ മമ്മിയെ കൊന്നതാണെന്ന് കുട്ടി പറഞ്ഞത്. പപ്പ മമ്മിയെ തല്ലിയെന്നും പിന്നെ കൊന്നുവെന്നും കല്ലുകൊണ്ട് അടിച്ച ശേഷം കെട്ടിത്തൂക്കിയെന്നും കുട്ടി പറഞ്ഞു. 2019 മകൾ സന്ദീപിനെ വിവാഹം കഴിച്ചതെന്നും അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും സൊണാലിയുടെ അച്ഛൻ പറഞ്ഞു. വിവാഹ ദിവസം വരന് 20 ലക്ഷം രൂപ സ്ത്രീധനമായി നൽകി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം സന്ദീപും കുടുംബവും പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അവർക്കൊരു കാർ വേണം എന്നതായിരുന്നു ആവശ്യം. കാർ വാങ്ങുന്നത് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ അവരോട് പറഞ്ഞു. പിന്നീട് ഭർത്താവും കുടുംബവും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതേ ചൊല്ലി സൊണാലിയുടെ അച്ഛൻ ഒരിക്കൽ പോലീസിനെ സമീപിക്കുകയും ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തതാണ്. എന്നാൽ സൊണാലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതോടെ സ്ഥിതി പിന്നെയും കൂടുതൽ വഷളായതായി സൊണാലിയുടെ അച്ഛൻ പറഞ്ഞു. സന്ദീപിന് ഒരു ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ പ്രസവം കഴിഞ്ഞ് ഭർത്താവും വീട്ടുകാരും യുവതിയെ ആശുപത്രിയിൽ തനിച്ചാക്കി പോവുകയും പിന്നീട് ആശുപത്രി ബിൽ അടയ്ക്കാൻ നിവർത്തിയില്ലാതെ സൊണാലിയുടെ അച്ഛന് നഴ്സിംഗ് ഹോമിലേക്ക് പോകേണ്ടതായും വന്നു. തുടർന്ന് അയാൾ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ 1 മാസം കഴിഞ്ഞ് സന്ദീപ് സൊണാലിയെയും കുട്ടിയെയും കൊണ്ടുപോയി. ആദ്യം സൊണാലിയയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് വീട്ടുകാരെ വിളിച്ചതെന്നും പിന്നീട് അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് ഫോൺ വന്നുവെന്നും അവർ ആരോപിക്കുന്നു. അവിടെ എത്തുമ്പോൾ മകളെ മരിച്ച നിലയിലാണ് കണ്ടതെന്നും സൊണാലിയയുടെ പിതാവ് പറഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് ആശ്രയം തേടി പോകാൻ കഴിയാത്തതും സാമൂഹിക വിചാരണയും ഇത്തരം നരാധമന്മാരോടൊപ്പം ജീവിക്കാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുമ്പോൾ ഓരോ പെൺകുട്ടിയും മനസ്സിനകത്ത് കുരുക്കിട്ട് എത്രയോ തവണ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. വീടിനുള്ളിലെ ഇത്തരം പീഡനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ സൊണാലിയയ്ക്ക് സംഭവിച്ചതുപോലെ നരബലി തന്നെ സംഭവിക്കണം എന്ന അവസ്ഥയാണ്. വായ്മൂടിക്കെട്ടിയ നിയമത്തിനോടാണ് ഇനി ചോദിക്കാനുള്ളത്. ഒന്നുകിൽ പെണ്ണായി ജനിക്കാതിരിക്കാനുള്ള ശാസ്ത്രം എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ പെണ്ണിനെ കഴുകന്മാരിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തിയുള്ള നിയമം വരേണ്ടിയിരിക്കുന്നു. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ സർക്കാരിന്റെ ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ തികച്ചും ദുർഘടവും ഇരുട്ടു നിറഞ്ഞതുമാണ്. സുതാര്യമായ നിയമസംഹിതകൾ ഇന്നും പീഡിതരുടെ കാഴ്ചയിൽ പതിയാത്ത ഏടുകളാണ് എന്നിരിക്കെ പീഡിതർക്ക് വേണ്ടി നിലവിളിക്കാമെന്നല്ലാതെ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.